2026 JEE മെയിൻ ഫേസ് 1 January 23rd മോർണിംഗ് ഷിഫ്റ്റിലെ കെമിസ്ട്രി ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ടഫസ്റ്റ് ക്വസ്റ്റൻ ആണ് ക്വസ്റ്റൻ നമ്പർ 22. ചാപ്റ്റർ ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയം എന്നുള്ള ടോപ്പിക്കിലെ KPയുടെ എക്സ്പ്രഷനും അതിൻ്റെ സോൾവിങ്ങുമാണ് ഇവിടെ ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നത്. മാത്തമാറ്റിക്കലി ഡിഫിക്കൽട്ടുള്ള ചോദ്യമാണെന്നേ ഉള്ളൂ. മെത്തേഡ് വൈസ് സാധാരണ ഒരു ചോദ്യമാണ്. നോക്കിയേ, NH3 ഗിവിങ് ഹാഫ് N2 ആൻഡ് 3/2 H2 എന്നുള്ള ഈ റിയാക്ഷൻ്റെ KP വാല്യൂവും ടോട്ടൽ പ്രഷറും നമുക്ക് തന്നിട്ടുണ്ട്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ x × 10⁻² ഹോൾ പവർ -½ എന്ന് എഴുതിയിട്ടുണ്ട്. വാല്യൂ ഓഫ് x എത്രയാണെന്ന ചോദ്യം. നമുക്ക് നമ്മുടെ റിയാക്ഷൻ എഴുതി നോക്കുകയാണെങ്കിൽ ദ റിയാക്ഷൻ ഈസ് NH3 ഗിവിങ് ഹാഫ് N2 + 3/2 H2 എന്നാണ് വരിക. നമുക്ക് KPയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ KP എങ്ങനെ എഴുതുക? ഹൗ വിൽ യു റൈറ്റ് ദ എക്സ്പ്രഷൻ ഓഫ് KP? KP വിൽ ബി പ്രഷർ ഓഫ് N2 പവർ ഹാഫ് പ്രഷർ ഓഫ് H2 പവർ 3/2 ബൈ പ്രഷർ ഓഫ് NH3 പവർ 1 എന്ന് വരും. അപ്പോൾ നമുക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് ഓൾ കമ്പോണൻറ്റ് കണ്ടുപിടിക്കണം. പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാൻ ഇവിടെ നമുക്ക് വേറെ ഒരു ഡാറ്റയും തരാത്തതുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് മോൾസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇനിഷ്യലി 1 മോൾ 0 മോൾ 0 മോൾ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ എടുത്തു. ഇതിൽ നിന്ന് ആൽഫ ഫ്രാക്ഷൻ ഡിസോസിയേറ്റ് ചെയ്ത് പോയി നമുക്ക് അസ്യൂം ചെയ്യാം. അസ്യൂമിങ് ദാറ്റ് ആൽഫ ഫ്രാക്ഷൻ ഗോട്ട് ഡിസോസിയേറ്റഡ്. ഇവിടെ 1 റിയാക്ട് ചെയ്താൽ ഇവിടെ അരയും 3/2 ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ആൽഫ റിയാക്ട് ചെയ്താൽ ബാക്കി എത്ര ഉണ്ടാവും? ഇവിടെ α/2 3α/2 ഉണ്ടാവണം. ആൽഫ പാർട്ട് റിയാക്ട് ചെയ്ത് പോയി α/2 3α/2 ഉണ്ടാവും. ഈ കിട്ടിയത് നമ്പർ ഓഫ് മോൾസാണ്. പാർഷ്യൽ പ്രഷറിലേക്ക് പോകണമെങ്കിൽ നമുക്കിതിനെ മോൾ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അപ്പോൾ ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പോണൻറ്റുകളുടെയും മോൾസ് ആഡ് ചെയ്യുക. α/2 3α/2 ആഡ് ചെയ്താൽ 4α/2 എന്ന് വരും, വിച്ച് ഇസ് 2α. 1 - α + 2α, ഇറ്റ് വിൽ ബി 1 + α. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കിട്ടി, that will be 1 + α. Okay, so this is T = 0, this is T is at equilibrium. മോൾ ഫ്രാക്ഷനിലേക്ക് ആക്കാൻ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, വാട്ട് വി നീഡ് ടു ഡു നെക്സ്റ്റ് ഈസ് ഇതിനെ പാർഷ്യൽ പ്രഷറിലേക്ക് ആക്കാൻ ടോട്ടൽ പ്രഷർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ടോട്ടൽ പ്രഷർ നമുക്കറിയാം. ടോട്ടൽ പ്രഷർ എത്രയെന്ന് നോക്കിയേ. ടോട്ടൽ പ്രഷർ ഈസ് ഗിവൺ ആസ് √3. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഓൾ കമ്പോണൻറ്റ് വിൽ ബി 1 - α / 1 + α ഇൻറ്റു ടോട്ടൽ പ്രഷർ വിച്ച് ഈസ് √3. ഇവിടെ α/2 × 1 + α ഇൻറ്റു √3. ഇവിടെ 3α/2 × 1 + α ഇൻറ്റു √3. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ വാല്യൂസിനെ നമുക്ക് KPയുടെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഹിയർ പ്രഷർ ഓഫ് നൈട്രജൻ എങ്ങനെ വന്നേക്കുന്നത്? പ്രഷർ ഓഫ് നൈട്രജൻ √3α/2 × 1 + α. ദിസ് എൻറ്റയർ ടേം ഹോൾ പവർ ½ എന്ന് വരും. പ്രഷർ ഓഫ് ഹൈഡ്രജൻ 3α × √3/2 × 1 + α ഹോൾ പവർ 3/2 എന്ന് വരും. പ്രഷർ ഓഫ് അമോണിയ 1 - α / 1 + α × √3 എന്ന് വരും. നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു √3 പവർ ½ ഉണ്ട്, √3 പവർ 3/2 ഉണ്ട്, 3 പവർ 3/2 ഉണ്ട്, ഇവിടെ √3 ഉണ്ട്. ഈ √3യുടെ പവേഴ്സ് എല്ലാം കൂടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി ഉണ്ടാവുക 9 എന്നായിരിക്കും ഉണ്ടാവുക. സോ √3 പവർ ½ 3√3 പവർ 3/2 ഈ √3 ഈ √3 ടേമുകളെല്ലാം കൂടെ സോൾവ് ചെയ്താൽ 3 എന്നായിരിക്കും ബാക്കി ഉണ്ടാവുക. ഓക്കെ, ഇവിടെ 1 + α പവർ ½ 1 + α പവർ 3/2. അപ്പോൾ ഓവറോൾ 1 + α പവർ 2 എന്നുണ്ടാവും. ആ 1 + ആൽഫയും ഈ 1 + ആൽഫയും വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഡിനോമിനേറ്ററിൽ ഒരു 1 + ആൽഫ ഉണ്ടാവും. അതുപോലെ ഈ കാണുന്ന 1 - ആൽഫ ആരുമായിട്ടും ക്യാൻസൽ ആയി പോലെ ദർ വിൽ ബി 1 - ആൽഫ ഓൾസോ. ഇനി ബാക്കിയുള്ളത് ആൽഫ ടേമുകളാണ്. ആൽഫ പവർ ½ പിന്നെ ആൽഫ പവർ 3/2 ഇങ്ങനെയുള്ള കുറച്ച് ടേമുകളുണ്ട്. ഈ ടേമുകളെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവും. ഇത് ആൽഫ പവർ ½ ആൽഫ പവർ 3/2 ആണ്. ദാറ്റ് വിൽ ബി ആൽഫ സ്ക്വയർ ബൈ 4 എന്നായിരിക്കും ഉണ്ടാവുക. ആൽഫ സ്ക്വയർ ബൈ 4 എന്നുവെച്ചാൽ ഈ α/2 പവർ ½ α/2 പവർ 3/2 ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആൽഫ സ്ക്വയർ ബൈ 4 അല്ലെങ്കിൽ α/2 സ്ക്വയർ എന്നുണ്ടാവും. ഇതാണ് KPയുടെ എക്സ്പ്രഷൻ. KPയുടെ വാല്യൂ നമുക്ക് തന്നിട്ട് എത്ര? 9. ആ 9 ഈ 9 കട്ട് ചെയ്ത് കളയാം. 1 + α × 1 - ആൽഫ 1 - ആൽഫ സ്ക്വയർ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ
1 മൈനസ് ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ ബൈ 4 എന്ന് വരും. ആൽഫ സ്ക്വയറിനെ അപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 ഈക്വൽ ടു 5 ആൽഫ സ്ക്വയർ ബൈ 4 എന്ന് വരും. ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4/5 എന്നും വരും. 4/5ൻ്റെ വാല്യൂ 0.8 എന്നാണ് കേട്ടോ. ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0.8. അപ്പോൾ ആൽഫ എന്ത് വരും? 0.8 പവർ ഹാഫ് എന്ന് വരും. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നോക്കുകയാണെങ്കിൽ നമുക്കിതിനെ പവർ മൈനസ് ഹാഫ് എന്ന് എഴുതേണ്ടത്. അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതിയാൽ പോരെ, 1/0.8 പവർ മൈനസ് ഹാഫ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അത് 0.8 പവർ ഹാഫ് ആണല്ലോ. 1/0.8 എന്ന് പറഞ്ഞാൽ 1.25 ആണ്. അതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം, 125 ഇൻറ്റു 10⁻²² ഹോൾ പവർ മൈനസ് ഹാഫ് എന്ന് എഴുതാം. ഹോൾ പവർ മൈനസ് ഹാഫ്. അപ്പോൾ ഇവിടുത്തെ എക്സ് വാല്യൂ ആരാന്ന് നോക്കിയേ. വാട്ട് ഈസ് എക്സ് വാല്യൂ ഹിയർ? എക്സ് ഈസ് 125. അപ്പോൾ ഇത് മാത്തമാറ്റിക്കലി ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണെങ്കിലും ടെക്നിക്കലി നമ്മൾ സാധാരണ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. പക്ഷേ കുറേ സോൾവ് ചെയ്തെത്താനുണ്ട്. ഞാനത് കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ടാണ് ഇവിടെ സോൾവ് ചെയ്തിരിക്കുന്നത് മാത്രം. ആൻസർ ഓപ്ഷൻ അല്ലെങ്കിൽ ആൻസർ വാല്യൂ വിൽ ബി 125.